പാത വികസനം 30 മീറ്ററിൽ നിജപ്പെടുത്തണമെന്ന നിലപാട് സർക്കാർ തിരുത്തണമെന്ന് വ്യാവസായിക വാണിജ്യ മേഖലകളിലെ പ്രമുഖ സംഘടനകൾ. പാത വികസനത്തെ എതിർക്കുന്നവർ മുന്നോട്ട് വയ്ക്കുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങളാണ്. വസ്തുതകൾ ചൂണ്ടിക്കാട്ടി സർക്കാരിനെ സമീപിക്കുമെന്നും സംഘടനാ നേതാക്കൾ പറഞ്ഞു. ഊതി വീർപ്പിച്ചതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ കണക്കുകൾ നിരത്തിയാണ് ദേശീയപാത വികസനത്തെ പലരും എതിർക്കുന്നതെന്ന് കേരള മാനേജ്മെന്റ് അസോസിയേഷന്റെ കുടക്കീഴിൽ പ്രതികരിച്ച സംഘടനാ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. നിലപാടുകൾ ഇങ്ങനെ: 1. 30 ലക്ഷത്തിലധികം ആളുകളെ കുടിയിറക്കേണ്ടി വരുമെന്നത് തെറ്റാണ്. 11,897 കുടുംബങ്ങളിൽ ഉൾപ്പെട്ട 47,640 ആളുകളെയാണ് കുടിയിറക്കേണ്ടത്. കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുടെ വാഹകടത്തിൽ മരിക്കുന്നവരുടെ കുടുംബാംഗങ്ങളെക്കാൾ കുറവാണ്. 2. 60 മീറ്റർ ദേശീയ മാനദണ്ഡമാണെന്നിരിക്കെ 30 മീറ്റർ മതിയാവുമെന്ന വാദം അബദ്ധമാണ്. അധികമുള്ള 15 മീറ്റർ സാധാരണക്കാർക്ക് സർവീസ് റോഡിനും നടപ്പാതയ്ക്കും സുരക്ഷയ്ക്ക് അത്യാവശ്യമായ മീഡിയനും വേണ്ടിയാണ്. 3. സമ്പന്നർക്ക് വേണ്ടിയുള്ള പാതയാണെന്ന ആക്ഷേപവും ശരിയല്ല. യാത്രാ ബസ്സുകളും കേരളത്തിലേക്ക് അവശ്യ സാധനങ്ങളുമായി വരുന്ന വാഹനങ്ങളുമായിരിക്കും കൂടുതൽ. 4. താങ്ങാനാവാത്ത ടോളാണെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ്. കിലോമീറ്ററിന് 65 പൈസ എന്നത് നല്ല റോഡ് വാഗ്ദാനം ചെയ്യുന്ന മികച്ച ഇന്ധനക്ഷമത കൊണ്ട് മറികടക്കാവുന്നതേയുള്ളൂ. ചെറുവാഹനങ്ങൾക്ക് ടോൾ ഇല്ലതാനും. മാർക്കറ്റ് വിലയുടെ 2.5 ഇരട്ടി നഷ്ടപരിഹാരം നൽകാമെന്ന ദേശീയപാത അതോറിറ്റിയുടെ പുതിയ പാക്കേജ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കണം. പരാതികൾ പരിഹരിച്ച് 45 മീറ്റർ അംഗീകരിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. മനോരമ ന്യൂസ്, കൊച്ചി.